നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ദേശീയപാത പാലിയേക്കര മേൽപ്പാലത്തിന് താഴെ ഇന്ന് രാവിലെയാണ് ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത അറിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഏതാണ്ട് 70 വയസ്സ് തോന്നിക്കുന്ന ഒരാളുടെ മൃതദേഹമാണെന്ന് കൂടെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സമീപത്ത് രക്തപ്പാടുകളടക്കം കാണുന്നതുകൊണ്ട് തന്നെ ഇത് ഇന്നലെ വൈകിട്ട് നടന്ന ഒരു കൊലപാതകമാണ് എന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും മരിച്ചത് തലവണിക്കര സ്വദേശിയാണെന്ന ഒരു സൂചന കൂടി ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ദേശീയപാതയിലടക്കം ഈ ഭാഗത്തേക്ക് കൃത്യമായി കാണാവുന്ന രീതിയിലുള്ള CCTV ക്യാമറകളുണ്ട്. അതൊക്കെ ശേഖരിച്ച് ഈ സംഭവത്തിന്റെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഫോറൻസിക് നടപടികൾ അടക്കം ആരംഭിച്ചിട്ടുണ്ട്. തലവണിക്കര സ്വദേശിയാണ് മരിച്ചതെന്നാണ് സൂചന. ഒരു കൊലപാതകത്തിന്റെ സൂചനകളാണ് സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. കാപ്പ കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ R. സുഗതന് വിയ്യൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സംസ്ഥാനത്ത് ഇതാദ്യമായിട്ടാണ് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടന്നത്. ഹൈക്കോടതിയുടെ അനുമതിയോടെയായിരുന്നു ജയിലിൽ വെച്ചുള്ള സത്യപ്രതിജ്ഞ. മേയർ VV രാജേഷാണ് സുഗതന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ പ്രതിജ്ഞ ചെയ്തതിന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് വാർഡ് 20 കൗൺസിലറായ സുഗതൻ. കഴിഞ്ഞ ജൂൺ 9 മുതൽ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട സുഗതൻ നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. ദേശീയപാത SN പുരം പൊരി ബസാറിൽ കാറും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. അഞ്ചാമ്പരുത്തി പനങ്ങാട് സ്വദേശി കാട്ടുപറമ്പിൽ കബീറാണ് അപകടത്തിൽ മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മകൻ റംസാൻ ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു അപകടം നടന്നത്. എറണാകുളം ഭാഗത്തു നിന്നും വടക്കോട്ട് പോകുകയായിരുന്ന കാറും എതിരെ വന്ന സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിനും റോഡിലെ ഡിവൈഡറിനും ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന നിലയിലായിരുന്നു സ്കൂട്ടർ. സ്കൂട്ടർ യാത്രക്കാരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കബീറിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. വൈദ്യുതി തടസ്സം ജനങ്ങളെ കൃത്യസമയത്ത് അറിയിക്കുന്നതിന് ഓരോ സെക്ഷൻ പരിധിയിലും ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പുകൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന ജനപ്രതിനിധികളുടെയും KCB ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരാതികളുമായി ഫോണിലോ നേരിട്ടോ ബന്ധപ്പെടുന്ന ഉപഭോക്താക്കളോട് സൗഹാർദ്ദപരമായി പെരുമാറാൻ ജീവനക്കാർ ശ്രദ്ധിക്കണം. ഫോൺ കോളുകളോട് പ്രതികരിക്കാത്ത സാഹചര്യം ഉണ്ടാകരുത്. വൈദ്യുതി തടസ്സങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ KCB ജാഗ്രത പുലർത്തണം. ജനപ്രതിനിധികളുടെ സഹായത്തോടെ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്കായി നിരന്തര വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരമായി സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ പൊതുജനങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിലും ട്രാൻസ്ഫോമറുകളുടെ കുറവ് മൂലം KCBയിൽ നിന്ന് അനുമതി ലഭിക്കുന്നില്ലെന്ന പരാതി യോഗത്തിൽ MLAമാർ ഉന്നയിച്ചു. 1000-ലധികം പുതിയ ട്രാൻസ്ഫോമറുകൾ വാങ്ങിയിട്ടുണ്ടെന്നും ഇവ 6 മാസത്തിനകം സ്ഥാപിക്കുമെന്നും KCB അറിയിച്ചു. ഇതോടെ സോളാർ പാനലുകൾ കണക്ട് ചെയ്യാനുള്ള ശേഷി വർദ്ധിക്കുമെന്നും അവർ മറുപടി നൽകി. KCBയുടെ നിലവിലുള്ള വിവിധ പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് MLAമാരും യോഗത്തിൽ ആവശ്യപ്പെട്ടു. MLAമാരായ രാജൻ J. പല്ലൻ, സനീഷ് കുമാർ ജോസഫ്, K. രാജൻ, C. രവീന്ദ്രനാഥ്, NK അക്ബർ, സേവ്യർ ചിറ്റിലപ്പിള്ളി, KK രാമചന്ദ്രൻ, UR പ്രദീപ, തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ കളക്ടർ ഷിക സുരേന്ദ്രൻ, KCB ഡയറക്ടർ MP രാജൻ, ചീഫ് എഞ്ചിനീയർമാരായ K. ദിനേശ്, ഷാജി സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പവറിന്റെ നമ്മളുടെ ഷോർട്ടേജ് ആണ്. അതിപ്പോൾ എല്ലാവർക്കും ടെക്നിക്കലായിട്ട് അതിന്റെ കാരണങ്ങളൊക്കെ അറിയാം.
നമുക്ക് മഴ കുറഞ്ഞു. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന മഴയേക്കാൾ ഏതാണ്ട് പകുതി 1/3 മഴ കുറഞ്ഞു. അതുകൊണ്ടുള്ള ജലസംഭരണികളുടെ ജലത്തിന്റെ പെർസെൻറ്റേജ് ഇടുക്കിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്ത് 60 ആയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം 25 എന്നൊക്കെ കണക്കുകൾ കൊണ്ട് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപഭോഗം കൂടും. അത് നമ്മൾ AC ഇടാനും ഫാൻ ഇടാനും ഫുട്ബോൾ വന്നപ്പോൾ രാത്രിയിൽ ഫുട്ബോൾ കാണാനും ഒക്കെ ആയിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നവരുടെ തോതും എണ്ണവും കൂടി. പകൽ സമയത്ത് അത് അവൈലബിൾ ഇൻ പ്ലെന്റി, ധാരാളമായിട്ട് നമുക്ക് ലഭിക്കും. ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ഒരു യൂണിറ്റിന് 1 പൈസയ്ക്കും അല്ലെങ്കിൽ അതിൽ താഴെ വിലയ്ക്കും പകൽ സമയത്ത് ലഭിക്കുന്ന വൈദ്യുതി രാത്രിയാകുമ്പോൾ പീക്ക് ടൈമിൽ അതിന് 10 രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത സാഹചര്യമുണ്ട്. കൂടുതൽ വിലയ്ക്കും വാങ്ങുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ച് അത്തരത്തിലുള്ള പ്രയാസം പരിഹരിക്കാൻ വേണ്ടി വിഷൻ ഇരിങ്ങാലക്കുടയുടെ 10ാമത് ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഭാഗമായി 1000 പേരത്തൈകൾ വച്ചു പിടിപ്പിക്കുന്ന പേരഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. ഇരിങ്ങാലക്കുട കാത്തലിക് സെന്ററിലെ ജ്യോതിസിൽ വെച്ച് നടന്ന ചടങ്ങിൽ വ്യവസായി ടി വേണുഗോപാലമേനോൻ, ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ഹസീനയ്ക്ക് പേരത്തൈ നൽകിക്കൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിഷൻ ഇരിങ്ങാലക്കുട രക്ഷാധികാരി ഫാദർ ജോൺ പാലിയേക്കര അധ്യക്ഷനായിരുന്നു. വിഷൻ ഇരിങ്ങാലക്കുട ചെയർമാൻ ജോസ് ജെ ചിറ്റിലപ്പിള്ളി, ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, അയ്യപ്പക്കുട്ടി ഉദിമാനം, സിമീഷ് സാഹു, PR സ്റ്റാൻലി ടെൽസൺ കോട്ടോളി, AC സുരേഷ്, P കൃഷ്ണപ്രസാദ, ബാബുരാജ്, ഷാജി, രാധാകൃഷ്ണൻ വെട്ടത്ത്, MS ദാസൻ, സെക്രട്ടറി KN സുഭാഷ്, കോർഡിനേറ്റർ ജെഫ്രിൻ സോജി എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,090 രൂപയും പവന് 1,04,720 രൂപയും രേഖപ്പെടുത്തി. പറപ്പുകര മുത്രത്തിക്കര പണ്ടാരൻ പരേതനായ നാണുവിൻ്റെ ഭാര്യ തങ്ക അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഉഷ, ബേബി, ശശി, പരേതരായ രാജൻ, ഗിരിജ എന്നിവർ മക്കളും ബിന്ദു, കൃഷ്ണ, മോഹനൻ, ബിന്ദു എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.